എല്ലാ കൂട്ടുകാർക്കും പ്രവാസി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ച എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല രുചിയുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു വട്ടങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി മാക്സിമം വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, കോൺ പൗഡർ ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും വേണം. നമുക്കിത് ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ഞാനിവിടെ ചില്ലി ഫ്ലേക്സ്, ഒരു വലിയ കുടം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കുരുമുളക് പൊടി, കറിവേപ്പില, വെളുത്തുള്ളി അതിൻ്റെ തൊലി ഉൾപ്പെടെ വേണം ചതച്ചെടുക്കുക. നമുക്കിനി ചിക്കൻ മാറിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഇതൊക്കെ നമ്മുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ക്രിസ്മസ് കിട്ടും. ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 4 മണിക്കൂർ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നല്ല ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മുരുമുരാന്നിരിക്കും. അരിപ്പൊടി ഇട്ടതിൻ്റെ ഇതാണത്. നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ എടുക്കാം. ഞാൻ അടുത്ത പോർഷനും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അടുത്ത ബാച്ചും നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ച മസാല തന്നെ മതി നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനും, തട്ടുകട കിട്ടുന്ന മോഡൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനും ഇതേ കൂട്ട് തന്നെ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ചിക്കൻ വറുത്തതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ തൊലി കളയാൻ പാടില്ല, തൊലി ഉൾപ്പെടെ വേണം ചതച്ചെടുക്കാൻ. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഒരു നല്ലൊരു മണം വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് മൂന്നും കൂടി ചെറിയ തീയിൽ തന്നെ കുറേ നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മൂന്നും കൂടി ചേർന്ന് ഒരു നല്ലൊരു മണം വരുന്ന ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ചതച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നു. ഇതിന് കണക്കൊന്നുമില്ല, നമ്മുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം മൂന്നും കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും എല്ലാം ഈ ചിക്കനിൽ നല്ലപോലെ ആകണം. അതിനുശേഷം വേണം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലെ മെയിൻ പാർട്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല എരിവാണ്, പക്ഷേ ടേസ്റ്റ് വേറെ ലെവലാവും.
നല്ല സ്പൈസി ചിക്കനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സാധാരണ ചിക്കൻ ഫ്രൈ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്, ചിക്കൻ പൊട്ടിത്തെറിച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. തീ വളരെ കുറച്ച് വെക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായ ഒരു ചിക്കൻ ഫ്രൈ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്ന് പറയുന്നത്. രുചിയുടെ കാര്യത്തിൽ സാധാരണ ചിക്കൻ ഫ്രൈയെക്കാട്ടിലും ടോപ്പിലായിരിക്കും ചിക്കൻ പൊട്ടിത്തെറിച്ചതിൻ്റെ രുചി. കുറച്ച് സ്പൈസിയാണ് എങ്കിലും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ബൈ ബൈ.